ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഇവിടെ ഞാൻ കട്ട് ചെയ്യാൻ പോണത് യോക്ക് വെച്ച് കാണ്ടൊരു ഫ്രോക്കാണ്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഒരു ചതുരത്തിലുള്ളൊരു കഷ്ണം എടുത്തിട്ട് പിന്നെ അതിനെ നാലായി മടക്കി യോക്ക് ആകൃതിയിൽ കട്ട് ചെയ്യണം കാട്ടിത്തരാം. പിന്നെ ഇത് നമ്മൾ സ്കേർട്ടിന് അടിയിലേക്കുള്ള ഭാഗമാണ്. അപ്പോൾ അതിന് നമ്മൾ പിന്നെ ഈ യോക്കിന് കൊടുക്കാത്ത നമ്മൾ ഹാം ഹോളിൻ്റെ അളവ് ഇവിടെയാണ് കൊടുക്കുക. പിന്നെ ഇത് നമുക്ക് ചെറിയൊരു നെറി വെച്ച കയ്യിനുള്ളൊരു പീസാണ്. ഇനി നമുക്ക് കട്ടിങ് കാണാം. അപ്പോൾ ഇത് നമുക്ക് കട്ടിങ് കാണാം കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു തുണി എടുത്തിട്ടുണ്ട്, ചതുരത്തിലുള്ള. ഒരു 17 ഇഞ്ച് വിടുത്തും വീതിയും 17 ഇഞ്ച് നീളവും ഉള്ള ഒരു ചതുരത്തിലുള്ള ഒരു പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ആദ്യം രണ്ടായി മടക്കിയിട്ട് ഇനി നാലായി മടക്കുക. നാലായി മടക്കി ഇനി നമുക്ക് എന്ത് വേണം, നമ്മൾ ഇവിടെ നെക്കിനുള്ള കഴുത്തിനുള്ള അളവ് എടുക്കണം. ഞാനിവിടെ 2.5 ഇഞ്ച് വീതിയാണ് വീതി കേട്ടോ. അതുപോലെ തന്നെ നീളവും ഞാൻ 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി എന്ത് വേണം, നമ്മൾ ഇവിടുന്ന് എടുക്കണമെന്നില്ല. നമ്മൾ ഇവിടുന്ന് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ആയിക്കോട്ടെ, ഇവിടുന്ന് ഇങ്ങോട്ട് യോക്കിനുള്ള വലിപ്പം ആം ഹോളിൽ നമ്മൾ എടുക്കൂല, ഇത് എടുക്കൂലേ, ഷോൾഡർ എടുക്കൂലേ, ആ ഷോൾഡറിൻ്റെ അളവായിക്കാണ്ട് ഞാൻ 6 എടുത്തു. അടിക്കാൻ കൂടി വേണ്ടിയില്ല, അപ്പോൾ 6.5 എടുത്തു കേട്ടോ. അങ്ങനെ ആ 6.5 എല്ലോട്ടും ഇവിടെ തന്നെ എടുത്തുകാണ്ട് 6.5 ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം കേട്ടോ. കണ്ടില്ല എല്ലാവരും, ഇത് കഴുത്തിൻ്റെ വീതി, ഇത് നീളം. കഴുത്തിന് ഒരു റൗണ്ടിൽ ഷേപ്പ് ചെയ്തു. ഇത് അതുപോലെ തന്നെ നമുക്ക് ഷോൾഡറിന് എടുക്കണമാർക്ക് ഇവിടെ അളവെടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ റൗണ്ട് ആയിക്കാണ്ട് നമ്മൾ അളവെടുത്തു. ഇത് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ തുണിയെ 2ആയി മടക്കി പിന്നെ 4ആയി മടക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ അളവുകളൊക്കെ അടയാളപ്പെടുത്തിയത് കേട്ടോ. ഞങ്ങൾക്ക് അടയാളം മനസ്സിലായിക്കോട്ടെ വെച്ചിട്ടുണ്ടെങ്കിൽ അടയാളത്തിൻ്റെ ഇപ്പുറത്തേക്ക് തുടക്കക്കാരൊക്കെ ആകുമ്പോൾ കുറച്ച് വീതി തന്നെ ഉണ്ടായിക്കോട്ടെ, നമുക്ക് തയ്യൽ തുമ്പ് നീട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം എങ്ങനെയാണ്, അപ്പം നമ്മൾ 2ആയി മടക്കി 4ആയി മടക്കി, അതല്ല അങ്ങനെ 2 തുണി അങ്ങനെ മടക്കി ഉണ്ടാക്കി. അതല്ല നിങ്ങൾക്ക് പിന്നെ ചതുരത്തിലുള്ള പീസിനെ 2 പീസും ഒപ്പം വെച്ചിട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് 2 പീസും ഒപ്പം വെട്ടാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു തുണിയെ എടുത്ത് 2ആയി മടക്കി 4ആയി മടക്കി, പിന്നെ അങ്ങനെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതിവിടെ കാട്ടുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ 2 പീസ് അങ്ങനെ കട്ട് ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് രണ്ടും ഒപ്പം ചെയ്യാനും പറ്റും കേട്ടോ. ഇനി ഞാൻ അടുത്ത് കാണിച്ചത് സ്റ്റിച്ചിങ് നാളെ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ബാക്കിയുള്ള അടിക്കുള്ള ഭാഗത്തിന് ഞാൻ 2 തുണി ഒപ്പം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇതൊരു 4 വയസ്സുള്ള കുട്ടിക്കുള്ള ഒരു ഡ്രസ്സായിട്ടാണ് ഞാൻ തയ്ക്കുന്നത്. ഒരു 3.5-4 വയസ്സുള്ള കുട്ടിക്കൊക്കെ ഇടാൻ പറ്റുന്ന ഇതാണ്. അപ്പോൾ ഇത് 20 ലെങ്ത്താണ് സ്കേർട്ടിന്. ഇത് കൂടാതെ 20 നീളം 20 കേട്ടോ. വീതി 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 43 ഉണ്ട്. അപ്പോൾ ഈ 43 എടുത്തത് എന്താ വെച്ചാൽ ഞാൻ ഒരു സാരി കൊണ്ടാണ് തടിക്കുന്നത്. അപ്പോൾ ആ സാരിൻ്റെ വീതിയാണ് ഇത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്യണില്ല. ഇത് ഫുള്ളും എടുത്താൽ നമുക്ക് ചെറിയ കുഞ്ഞു നെറികൾ ഒരുപാട് വെക്കാൻ പറ്റും. മറ്റേത് നമുക്ക് ചെറിയ പീസായാൽ നെറി കുറവാകും. അപ്പോൾ ഞാൻ ഈ ഫുള്ളും എടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് രണ്ട് തുണി ഞാൻ ഒപ്പം പിടിച്ചേക്കണം കേട്ടോ. രണ്ട് തുണി നമുക്ക് ബാക്ക് വശത്തേക്കും മുൻവശത്തേക്കുള്ള രണ്ട് പീസ് ഒപ്പം കിട്ടിക്കണം. ഒപ്പം വെച്ചിട്ട് നമുക്ക് അതിനെ അപ്പോൾ ഒപ്പം വെക്കുമ്പോൾ രണ്ട് പീസാണ്, രണ്ട് പീസിനും കൂടി നമുക്ക് മടക്കുക. രണ്ട് പീസ് മടക്കുമ്പോൾ മടക്കിയിടുമ്പോൾ 1 2 3 4 പീസായില്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ മടക്കി ഇട്ടിട്ട് ഈ മടക്കിട്ടിട്ട് നമുക്ക് ഇനിയാണ് നമുക്കിവിടെ അടയാൾക്കുള്ളത്. നമുക്ക് 2.5 ഇവിടെ നിന്ന് കിട്ടുട്ടോ. ഈ ഓപ്പണായി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് കിട്ട് 2.5 വീതി അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ 2.5 നമുക്ക് നീളം അടയാളപ്പെടുത്തുക. ഇങ്ങനെ. അപ്പോൾ മനസ്സിലായില്ലേ? രണ്ട് തുണിയെ ഫ്രണ്ട് വശത്തേക്കും ബാക്ക് വശത്തേക്കുള്ള തുണിയെ രണ്ടായി മടക്കിയിടുക. എന്നിട്ട് ഈ ഭാഗം ഓപ്പൺ ഇല്ലാത്ത ഭാഗമാണ്, ഈ മടക്കിയിട്ട ഭാഗം ഓപ്പൺ ഉള്ളത്. അപ്പോൾ ഈ ഓപ്പൺ ഉള്ള ഭാഗം നമുക്ക് ഇങ്ങനെ ഒരു ചതുരത്തിൽ ഒരു സ്ക്വയർ ആയിക്കാണ് ഇവിടെ ഇതാക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുക. റൗണ്ട് ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ മനസ്സിലായില്ല? ഇനി നമുക്ക് ഇപ്പോൾ ഇത് യോക്ക് ഭാഗം, ഇത് സ്കേർട്ട് ഭാഗം. ഇനി നമുക്ക് ഈ യോക്ക് അടിച്ചതിന് ശേഷം നമുക്ക് ചെറിയൊരു കയ്യിന് കുട്ടികൾക്ക് ചെറിയൊരു നെറി വെച്ച് കാണൊരു പീസ് നമുക്കിത് ഞാൻ അടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് കാണാം.